ഹലോ ഗൈസ്, വെൽക്കം ടു മൈൻക്രാഫ്റ്റ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മൈൻക്രാഫ്റ്റ് ട്യൂട്ടോറിയൽസ്. അപ്പോൾ നമ്മൾ ചെറിയ വീടൊക്കെ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആ സ്ഥലത്താണ് നമുക്കൊരു വീട് ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ വുഡ് കളക്ട് ചെയ്യാൻ പോവാണ് ഗൈസ്. സോ വുഡ് കളക്ട് ചെയ്യണം. അപ്പോൾ വുഡ് കളക്ട് ചെയ്യാൻ കുറച്ച് പണിയൊക്കെയാണ്. എന്നാലും നമ്മൾ പാർട്ട് 1ഉം പാർട്ട് 2 ഒക്കെ ആക്കും. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് വിടുക. ലൈവൊക്കെ ഒന്ന് വിടണം. അപ്പോൾ സീനാക്കാൻ ഗൈസ് നമ്മൾ കാലൊന്ന് ഗൈസ് എന്തൊരു സബ്സ്ക്രൈബും ചെയ്ത് നമുക്ക് നല്ല സീനാക്കണം ചാനലൊക്കെ. അപ്പോൾ ആദ്യം നമ്മൾ വുഡ് കളക്ട് ചെയ്യണം ഗൈസ്. കുറച്ചുണ്ടാവും വുഡ് കളക്ട് ചെയ്യാൻ. ഒന്ന് പേരൊക്കെ വീടുണ്ടാക്കാൻ പോവാണ്. നമുക്കൊന്ന് വലിയ അണ്ടർഗ്രൗണ്ട് ഒക്കെ ഉണ്ടാക്കും, ഒക്കെ സെറ്റാക്കും. നമ്മൾ പേര വലുതാക്കും, കൃഷി തുടങ്ങും, ഫാം തുടങ്ങും. ഇപ്പോൾ ഞാൻ കാണിക്കേണ്ട ഒരു പെര പകുതിയില്ല ഫുള്ളുണ്ടാക്കി കഴിയുക, കുറച്ച് പേരുടെ പകുതി ഉണ്ടാക്കി കഴിയും. അപ്പോൾ നമ്മൾ വുഡ് കളക്ട് ചെയ്യാൻ പോകണം ഗൈസ്. സോ നമുക്ക് വുഡ് കളക്ട് ചെയ്യണം. എന്താണ് വുഡ്? ഈ മരം കൂടെ നമ്മൾ മുറിക്കാം. ഒരു മരം കൂടി മുറിക്കാം. കുറച്ച് പണിയാണ് ഈ മരങ്ങളൊക്കെ ഒന്ന് മുറിച്ച് തരണം. നമ്മൾക്ക് ആർമറൊന്നുമില്ല ഗൈസ്. ഇങ്ങനെ മുറിക്കുക. ഞാൻ മുറിച്ചുകൊണ്ടിരിക്കണം ഗൈസ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അടിപൊളിയാക്കണം നമുക്ക് ചാനൽ. നമുക്ക് അടുത്ത മരം നോക്കാം. ഇത് കിട്ടണില്ല ഗൈസ്. ഇത് കിട്ടണില്ല. നമുക്ക് ഈ മരം നോക്കി ഇനി നമുക്ക് ഉണ്ടാക്കണോ? നമുക്ക് കണ്ടു പോവാം. ജസ്റ്റ് മിസ്സിന് പോയി അങ്ങോട്ട്. കടുക്കൊരു ബെഡ് വേണം. നമുക്കൊരു ആടിനെ തപ്പാൻ പോവാം. ഒരു ആടിനെ കണ്ടീന്, കാണാനല്ല. അപ്പോൾ നമ്മൾ ആടിനെ തന്നെ കണ്ടുപിടിച്ചു ഗൈസ്. നമുക്ക് ആടിനെ എന്തായാലും വേണം. കുയി ആടെ ഞാൻ വിളിച്ചാൽ വരികയെന്ന് വിചാരിച്ചു. ഇവിടെ ഞാൻ നേരത്തെ ആടിനെ കണ്ടില്ല. ജസ്റ്റ് മിസ് ചേട്ടാ. ചെറിയ ലാഗ് വന്നു തോന്നുന്നു. വല്ല ചെറുതായിട്ട് ഇനി വരില്ലെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇങ്ങനെയുള്ള ആടിനെ കണ്ടെത്തും. ഇവിടെ അത്ര അടിക്കോ ഞങ്ങട്ട് പോകാം ഗൈസ്. ഗൈസ് ഞാൻ ഇവിടെ കട്ടിയിലാണ്. കുറച്ച് ഡാമേജ് എന്തായാലും പോയി ഗൈസ്. 3 രക്തം പോയി. കുഴപ്പമില്ല, കൂടിയോളൂ. ഒരിറ്റേ പോയിട്ടുള്ള ക്രീപ്പറിന് വരെ അത്ര വേണമെന്നില്ല. ജസ്റ്റ് മീൻസ് ലാവയ്ക്ക് മുകളിലാണ് ഗൈസ്. നമുക്കൊന്ന് വേറെ അവിടെ ഉണ്ടാവും, എവിടെയും ആടിനുണ്ടാവും. നമുക്ക് തപ്പിക്കൊണ്ടേ പോരാ. എന്തായാലും ആടിനെ തപ്പും ഉറപ്പാണ്. നമുക്കൊരു 3 ആടിനെ എന്തായാലും കിട്ടും. ഇല്ല നമ്മൾ പോകില്ല. ആടിനെ എന്തായാലും കിട്ടും. നമ്മൾ സോറാണ് ആടക്കണം. ഇവിടെ വെള്ളമൊക്കെ ഉണ്ട് ഗൈസ്. വെള്ളമില്ലാതെ കൊപ്പം കയറുന്ന പോകണം. ഗൈസ് ഒരു വുഡ് അറിയാതെ കജിന്ന് നോക്കുക. ഇങ്ങനെയൊക്കെ പ്രശ്നം. വുഡ് ഇങ്ങനെ കജി കുടിച്ചാൽ പാടില്ല ഗൈസ്. ഇങ്ങനെ പോവുകയാണ് ഗൈസ്. ആടിനെ കണ്ടെത്തണം ഗൈസ്. ഒരു ആടതോടെ 2 ആട് ഗൈസ്. 2 ആട് അടുപ്പിച്ച് 3 നമ്മൾ കണ്ടെത്തപ്പോൾ 2 ആടിനെ കിട്ടി. ഫസ്റ്റത്തെ ആട് ആടെ എൻ്റെ ലാസ്റ്റ് ജീവിതം. ഒന്നുമില്ലതും കണ്ടുവച്ചോ ഗൈസ്. അങ്ങനെ ഈ ലാസ്റ്റ് ഗൈസ് അവിടെ ആട് അവിടെ നിൽക്കുന്നുണ്ടോ? മറ്റേ ആട് പേടിച്ച് വണ്ടിയാ. ഇവിടെ മറ്റേ ആട് അവിടെ അവിടെ ഒന്നാ എൻ്റെ ലാസ്റ്റ് അന്ത്യം. എൻ്റെ ലാസ്റ്റ് അന്ത്യമാണ് ഗൈസ്. അവിടെ നിൽക്കാടെ. അവിടെ എത്ര മടി ഒന്നവിടെ. ഗൈസ് അടുപ്പ് കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്നോട്ടോ. ഗൈസ് 3ാമത്തെ ആട് നമ്മൾ കൊല്ലത്തിൽ പോയ ഒന്നരണ്ടല്ലോ ആട്. അപ്പോൾ ഗൈസ് നമുക്ക് അപ്പോൾ ഇവിടെ അതും കിട്ടി ഗൈസ്. വെള്ള സാധനം കിട്ടി. എന്താ പറയുക, ആടിൻ്റെ കിട്ടി. നമ്മൾ നേരെ ഇതുണ്ടാക്കി പോവാം. ബെഡ് ഫസ്റ്റ് നമ്മൾ ബെഡ് ഉണ്ടാക്കണം. ബെഡ് ഞാൻ ഉണ്ടാക്കാൻ ഇതിലുണ്ടാക്കാൻ പറ്റുന്ന ബെഡ് ഇതിലുണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ബെഡ് ക്രാഫ്റ്റിംഗ് ടേബിൾ പറ്റുള്ളൂ. നമുക്ക് നേരെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. ക്രാഫ്റ്റിംഗ് ടേബിളിൽ ബെഡ് ഉണ്ടാക്കാൻ പറ്റുമോ? ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. അതിൽ ബെഡ് ഉണ്ടാക്കാം.
നോക്കും ഗൈസ്. നമുക്ക് ബെഡ്, നമുക്ക് വൈറ്റ് ബെഡ് കിട്ടി. നമ്മളിത് കജ്ജി പിടിച്ച് ഒരു പെര ഉണ്ടാക്കണം. പെര എന്ന് പറഞ്ഞാൽ വലിയ പെര ഒന്നുമല്ല, നമുക്ക് ഞാൻ വലുതാക്കണം ഗൈസ്. പെര ഞാൻ വലുതാക്കിക്കൊണ്ടിരിക്കണം. ഇവിടെ ഉണ്ടാക്കിയാൽ വരാം. ഇവിടെ നല്ല നിരന്നൊരു സ്ഥലമാണ് ഗൈസ്. നമുക്കിവിടെ ഉണ്ടാക്കാം ഗൈസ്. നമുക്ക് നിങ്ങൾ പറയുന്ന ഗെയിമുകളൊക്കെ നമുക്ക് കളിക്കണം. അപ്പം നമുക്ക് GT San Andreas ഒക്കെ തുടങ്ങണമെന്നുണ്ട്. ഞാൻ തുടങ്ങി നിർത്തിയാണ്. ഫസ്റ്റിൽ വീഡിയോ ഇട്ടിരിക്കുന്നത് GT San Andreasൻ്റെ. കുഞ്ഞു വിടണം ഗൈസ്. ഗൈസ് കുറച്ച് ഇങ്ങനെ തരടാൻ വിചാരിച്ചിട്ടുണ്ട്. വലുപ്പൊക്കെ എത്ര മതി എന്ന് വിചാരിച്ചു. നമുക്ക് വലുതാക്കാം. ഒഫത്തത്ത് കയറാൻ പറ്റുന്ന കയറി ഇഷ്ടത്തെ ഇടയ്ക്കിടെ കയറാത്ത പ്രയാസമാണ്. എല്ലായിടത്തും ഇട്ടാൽ 2 ഇഞ്ച് ഇട്ടാൽ മതി. ഇവിടെ ഇടാം. ചാടാനുള്ളതിനും ജസ്റ്റ് ഇച്ചിരി പോയി. ഇവിടെ ഒരു കെട്ടിടാം. ഇനി 3 ഉണ്ട് ബാക്കി. ഇനി 3 ഒക്കെ കഴിഞ്ഞു ഗൈസ്. നമുക്ക് ഈ ഭാഗം ഇടാണ്ട്. അപ്പം നമുക്ക് അടുത്ത വുഡ് കളക്ട് ചെയ്യാൻ പോവാം ഗൈസ്. പോത്തുണ്ട്. പോത്തൊക്കെ ഇഷ്ടം പോലുണ്ട് ഗൈസ്. നമുക്കിനി ഈ വുഡ് കളക്ട് ചെയ്യാമല്ലേ. ഈ മരം കളക്ട് ചെയ്യാം. ഇതിൻ്റെ വുഡ് എന്നാണ് നല്ലത്. അവിടെ പോയി ഇതാക്കണ്ടേ. കുറച്ച് പണിയാണ് ഈ മരമൊക്കെ ഒന്ന് വുഡായിട്ട് കളക്ട് ചെയ്യാൻ. മരം വുഡായിട്ട് കളക്ട് ചെയ്യാം. സോറി മിസ്റ്റേക്ക്. ഇത്തിരി പണിയാണ് മരം മുറിക്കണ കാരണം. ആർമറൊന്നുമില്ല, ഒന്നുമില്ല കയ്യിൽ. പക്ഷെ നമ്മളത് വലുതാക്കും. ഒരു കുളം ഉണ്ടാക്കും, വരയിലൊക്കെ ഉണ്ടാക്കും. ഇഷ്ടമാണ് പ്രശ്നം. കജ്ജൊന്നും അറിയാതെ തന്നെ പോകും. നമുക്ക് ഇത് ഫസ്റ്റ് മുറിച്ചെടുക്കാം. നമ്മൾ ചാനലിടാൻ പോകും ഗൈസ്. അപ്പോൾ കാണാൻ അല്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യും ഗൈസ്. നമ്മൾ ഇത്ര കുറച്ച് വ്യൂസ് ഇട്ടുണ്ട്. ആ വ്യൂസ് കാണാൻ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് ആ വ്യൂസിൻ്റെ അത്ര സബ്സ്ക്രൈബ് ആക്കാം. ഇത്ര വട്ടം സബ്സ്ക്രൈബ് ആവും. ഒന്ന് ചെയ്യും ഗൈസ്. ഒരു വീഡിയോക്ക് ഒരു 400 ദിവസം തരുന്ന ഒരു വീഡിയോക്ക് കിട്ടിയ കണക്ക് സെയിമാണ് വീഡിയോ. നമ്മൾ എല്ലാവരും കാണണമൊക്കെ ഉണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണമൊക്കെ ഉണ്ട്. 3 വീഡിയോ ഇട്ടിട്ടുണ്ടാവും. 4 വീഡിയോ ഇട്ടും. അത് ഫുൾ വീഡിയോ. ഇത് 5ാമത്തെ വീഡിയോ ഞാൻ വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കാണാനല്ല ഒന്ന് ലൈക്കും സബും ചെയ്യും കേട്ടോ. ഗൈസ് നമുക്ക് ആ സ്ഥലത്തേക്ക് നമ്മൾ പോകാം ഗൈസ്. നമ്മൾ പേരുണ്ട് അവിടെ ഗൈസ്. 44 കിട്ടിയ വുഡ്. വുഡിൻ്റെ കളർ മാറി, കുഴപ്പമൊന്നുമില്ല. ചെറിയ പേരയാണോ? തന്നെ കുഴപ്പമൊന്നുമില്ല, നിൽക്കാനല്ലേ. കണ്ടതുകൊണ്ടൊക്കെ ഉണ്ടാക്കാൻ കേട്ടോ. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലാക്കാം. ഒരു ചെറിയൊരു വീട് ഉണ്ടാക്കിയിട്ട് നമുക്ക് നിർത്താം. അണ്ടർഗ്രൗണ്ടൊക്കെ അടുത്ത വീഡിയോയിൽ. ഉള്ളൂ രാത്രി ആവാനായോ? ആയി. ഓറഞ്ച് കളറായി. പെട്ടെന്ന് നോക്കട്ടെ ഗൈസ്. 7 ഉണ്ട് ഗൈസ്. ബാക്കി നമുക്ക് കുറഞ്ഞ് വെച്ചിട്ടാക്കിയാൽ മതി. നമുക്കൊരു വുഡ് അടിച്ചിട്ട് നേരെ ഇറങ്ങാം. കാരണം വുഡ് വെച്ച് ചിലപ്പോൾ സോംബികളൊക്കെ കയറി വരാൻ സാധ്യതയില്ല ഗൈസ്. നമ്മളൊന്ന് ഉറങ്ങാം ഗൈസ്. ഗൈസ് രാവിലെ ആയിട്ടുണ്ട് ഗൈസ്. നമുക്ക് അടുത്ത ബാക്കി ഇറങ്ങാം. ബെഡ് എടുത്ത് നിന്നോട്ടെ. ഇതാണ് പ്രശ്നം. തൊടുമ്പോൾ വേറെ സ്ഥലത്ത് നോക്കും. കുഴപ്പമൊന്നുമില്ല, നമുക്ക് എടുത്താൽ പോരെ. ഇതൊക്കെ കയറാൻ പറ്റത്ത്. കയറി നമുക്ക് എടുക്കണം. ഈ മരം എല്ലായിടത്തും നിന്നില്ല. അങ്ങനത്തെ പാടാകട്ടെ. നമുക്ക് അടുത്ത വുഡ് കളക്ട് ചെയ്യാൻ പോവാം ഗൈസ്. ഓക്കെ, ഇത് മുറിച്ചിട്ട് അടുത്ത മരം
എത്തിയും ആട് അല്ലാത്ത ഒരു ആടുണ്ടാവില്ല. ഇപ്പോഴങ്ങനെ ആടിങ്ങനെ വരും. നമുക്ക് വെള്ളമരം ഒന്ന് മുറിച്ച് വെക്കാം. സാധാ വെള്ളമാണെങ്കിലും ഇതുവരെ നമ്മൾ കാപ്പിയാണ് മുറിച്ച്, നമുക്ക് വെള്ളം ഒന്ന് മുറിച്ചാം. നമുക്ക് വെള്ളമരം മുറിക്കാം. വെള്ളമരം മുറിക്കണ്ടേ. ഇതുവരെ കറുപ്പമരം മുറിച്ചിട്ട് നമുക്കൊന്ന് വെള്ളമരം മുറിച്ച് വെക്കാം. സീന വെള്ളമരം ഗൈസ്. നമുക്ക് നാളെ ഓളൊക്കെ ഉണ്ടാക്കും ഗൈസ്. അടുത്ത വീഡിയോ നമ്മൾ പൊളിച്ചെടുക്കും. അപ്പോൾ ഗൈസ് ഈ കാണാൻ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം ഗൈസ്. നമുക്ക് അടുത്ത മരത്തേക്ക് പോവാം. അടുത്തത് വെള്ളം വേണം തന്നെ ആയിക്കോട്ടെ. ഗൈസ് വെള്ളമരം ഇതൊക്കെ മുറിച്ചിടാം. കഴിഞ്ഞോ? ഇല്ലല്ലേ, ഇവിടെ തന്നെ ഉണ്ട്. ഇതൊക്കെ പിടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു വെള്ളമരം കൂടി മുറിച്ച് അതവിടെ ഇതും കൂടി മുറിച്ച് നമുക്ക് അങ്ങോട്ട് പോവാം. മുറിച്ച ഗൈസ്. ഓക്കെ സോ 16 ഗൈസ്. 17 18 ഇല്ലേ 19 അത്ര മതി. കഴിഞ്ഞ് പോവാം. ആണോ? അവിടെ ഉണ്ടല്ലേ, എല്ലാം വിചാരിച്ചു. ഇനി മതി, ഇനി പോകാം ഗൈസ്. നേരെ ഇവിടെ 20 കറക്റ്റ് 20 കിട്ടി. നമുക്ക് ആ വീട്ടിൽ തന്നെ പോവാം. ഇനി കുറച്ച് പണി ചെയ്യണം അവിടെ. സ്പീഡ് പോകാം ഗൈസ്. ഓക്കെ നമ്മൾ പേരൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. മറ്റേ വുഡിലോട്ട് വെക്കണം. ഗൈസ് 64 കഴിഞ്ഞോ? ഒരു 64 ജോഡി ഒരു 64 പിന്നെ 16 കിട്ടി ഗൈസ്. കുഴപ്പമില്ല. നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ അല്ല, ചെസ്റ്റ് ഇതിലുണ്ടാവില്ലല്ലേ. ജസ്റ്റ് നമ്മളെ ക്രാഫ്റ്റിംഗ് ടേബിൾ എത്തുള്ളൂ. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ കൊണ്ട് സ്പൂൺ ആക്കിയിട്ട് നമുക്ക് ബാക്കി പണി വെക്കാം. ചെസ്റ്റ് ഗൈസ് നോക്കട്ടെ. ചെസ്റ്റ് ഗൈസ് അങ്ങനെ അത് റെഡിയായി. നമുക്കൊരു ഡോറ് വേണം. ഇവിടെ ഫില്ലാക്കാണ്ട് അതിന് നമുക്ക് ഡോർ വെക്കാം. ഒരു ഡോറിൻ്റെ പ്രശ്നം വാങ്ങി ഇവിടെയും കൂടി നോക്കിയാക്കാണ്ട് നമുക്കൊരു ഡോറ് വേണം ഗൈസ്. ഡോറ് ഇതാണ് ഉള്ളു ഗൈസ്. മറ്റേതില്ല ഗൈസ്. ഇതിനിത് വേണം, മറ്റേ വേണം, ഇതിന് വേണം. അപ്പോൾ ഇതെല്ലാം നമുക്ക് പറ്റില്ല. നമ്മളെയൊക്കെ ഉള്ള ഇപ്പോൾ ഇതാണ്, നമുക്ക് അതെടുക്കാം. വെള്ളമരം മുറിച്ചതല്ലേ, ഇതൊക്കെ കിട്ടുള്ളൂ ഗൈസ്. അങ്ങനെ ഇങ്ങനത്തെ നോക്കണം. നമുക്ക് ഒരു സ്വിച്ച് വേണം, ചെറിയ സ്വിച്ച് വേണം. പിന്നെ മതി. ഇനി നമുക്ക് ഡോർ വേണ്ടല്ലോ. നമുക്ക് ഡോർ ബട്ടൺ സ്പോൺ ചെയ്യാം ഗൈസ്. ഡോർ ഓണായി. ഇനി നമുക്ക് സ്വിച്ച് ഗൈസ് സീനായി. വീട് സീനായി. നമുക്ക് ആ ഉള്ളിലേക്ക് പോകാം. പക്ഷെ തടിയാത്ത ഗൈസ്. അടിടാ ആടിയുടെ ഓട്ടോമാറ്റിക് ഗൈസ്. ഗൈസ് നമുക്ക് പേരൊന്ന് ചായ മാറ്റണോ? ഈ ചേർത്ത് എന്തോ ഒരു പ്രശ്നം പോലെ. സൈഡിൽ കൂടെ ഒന്ന് ചെറിയ പണി എടുത്താലോ? ബുദ്ധിയുണ്ട്. ബുദ്ധിയുണ്ട്. നമുക്ക് ഇവിടെ ഒന്ന് ഇതാക്കിയാലോ? ഒരു ബുദ്ധി. നമുക്ക് സൈഡൊക്കെ നീളം കൂട്ടാം, എന്നിട്ട് ബെഡ് ഈ സൈഡ് ഭാഗത്ത് വെക്കാം. സീനാക്കാം. നമുക്ക് കുറച്ചും കൂടെ നീളം വെക്കണം, നീളം വെപ്പിക്കണം. ഇതൊക്കെ ഒന്ന് മുറിച്ച് കിട്ടാൻ ഒരു പണിയാണ്. മുറിയത്തെ ഞങ്ങൾ മൈനിങ്ങിന് പോകും ഗൈസ്. ഒക്കെ ചെയ്യും. നമുക്ക് ഡയമണ്ടൊക്കെ കിട്ടും. ഡയമണ്ടിൻ്റെ ആർമറൊക്കെ എടുക്കും. സീനാക്കും ഗൈസ്. നമുക്ക് കുറച്ച് കൂട്ടാണ്. ഇവിടെയും കൂടെ മുറിക്കാം ഗൈസ്.
കയറാൻ പറ്റാത്ത കയറി. നമുക്ക് ഇവിടെ കൂടി മുറിക്കാം. നമുക്കവിടെ നീളം കൂട്ടണം. നേരത്തെ എടുക്കുന്ന മുട്ടൊക്കെ എടുക്കാം. ഗൈസ് അങ്ങോട്ട് എത്തണമല്ലോ. അങ്ങനെ ഇങ്ങോട്ടാ നോക്കട്ടെ. ഗൈസ് ഇങ്ങോട്ട് ഉള്ളത് ഞാൻ അവിടെ ഇടാൻ നോക്കി, അങ്ങനെ നടക്കൂല. നമുക്ക് ഇങ്ങനെ ഇട്ടെടുക്കാം. അവിടെ ഇവിടെ ഇവിടെ ഈ സൈഡിലൊന്നും ഇപ്പോൾ ഈ സൈഡിലും കൂടെ ഒന്നുമിട്ടല്ലേ. ഈ സൈഡിലൊന്നുമില്ല. ഈ സൈഡ് ഭാഗത്ത് അവിടെ സൈഡ് ഭാഗത്ത് ഒന്നുമില്ല. ഞങ്ങൾക്കിവിടെ വെള്ള കളർ മറ്റേത് കഴിഞ്ഞു. മിക്സഡ് ഹൗസ് ഒന്നും പല പല ഫുഡുകളായിട്ട് വെച്ചിട്ടുണ്ട്. വേറെ ഇടാം. പൈസ നമുക്ക് ഇനി ഇവിടുത്തെ ഭാഗം മുറിച്ച് മാറ്റാം. ലൈക്കും തരി കേട്ടോ. ലൈക്കും വ്യൂസൊക്കെ തരി. സബ്സ്ക്രൈബ് കൂട്ടി ലൈവൊക്കെ ഇടണം. നമുക്ക് സൈഡൊക്കെ ഉണ്ടാക്കാനുള്ള സൈഡ് ഭാഗം ഈ ഭാഗത്ത് നമുക്ക് വെക്കാം. വുഡാണ്. ഡേർട്ടായിട്ട് വെക്കണം. ഡേർട്ടവിടെ വെക്കണം. ആണോ? ഡേർട്ടവിടെ വെച്ചാൽ എന്ത് ചെയ്യാം നോക്കിയോട്ടെ. ഡേർട്ട് വെക്കണം. ഡേർട്ടവിടെ വെച്ചാൽ പണി മാറും. ഡേർട്ട് വെച്ചാൽ ലോക്കലാവും, ബോറാവും. വേണ്ട, നമുക്കിവിടെ വുഡ് തന്നെ വെക്കാം. ഞാൻ ഡേർട്ട് വെക്കാനാണ് കുച്ചുത്തി. അപ്പോൾ വേണ്ട, അപ്പോൾ ബോറാവും ഗൈസ്, നല്ല ബോറാവും. നമുക്ക് ഇങ്ങനെ വെക്കാം. ഇനി സൈഡൊക്കെ ഇങ്ങനെ കൊണ്ടുവരാം. എന്നാൽ മറ്റേ ഡേർട്ട് കൂടെ വെച്ചാൽ നമ്മൾ ഈ ഭാഗം ഇങ്ങനെ വെള്ള കളറിലെടുത്ത് ഡേർട്ട് ഇങ്ങനെ കാണുമ്പോൾ ബോറാവും ഗൈസ്. ഇവിടെ ബെഡൊക്കെ വെക്കാനുള്ളത് നമുക്ക് ഇത്തിരി മാന്യം വേണം, ഇത്തിരി സ്റ്റാൻഡേർഡ് വേണം ഗൈസ്. ഇവിടെ ഇവിടെ മുറിച്ച് അറിയാതിട്ട ഗൈസ്. കുഴപ്പമില്ല, ഞാൻ അങ്ങനെ ഇപ്പം ഇങ്ങനെ മതി. ഞാൻ പുറത്ത് പക്ഷേ അത് കോഴികളൊക്കെ ഇങ്ങനെ കയറി വരികയാണ്. പ്രശ്നം അതാണ്. അവിടെ നിൽക്കുന്നുണ്ട്. പോത്തൊക്കെ ഇങ്ങനെ കുറേ ഉണ്ട്. ഈ ഭാഗത്തല്ല പോത്തും അടക്കുന്നുണ്ട് ഗൈസ്. അതുകൊണ്ട് ഈ ഭാഗം ഒന്ന് വരാറ്റായി സംഭവമായിട്ട് ഗൈസ്. നമുക്ക് ഇനി ഒന്നും കൂടി നീട്ടണോ? ഇത്തിരി ചെറുതായോ? ഒന്നുകൊണ്ട് നീട്ടണോ? കുറച്ചൊന്നും കൂടെ നീട്ടണോ? ഡൗട്ടാണ്. ഇങ്ങനെയൊക്കെ ഡൗട്ട് വരും ഗൈസ്. ഒന്നും കൂടെ നീട്ടി എങ്ങനെ ഇരിക്കണം? നീട്ടല്ലേ ഇനിയിപ്പോൾ വെട്ടണ്ടേ? നമുക്ക് ലാസ്റ്റ് വെട്ടാം. രണ്ട് ഭാഗം സെയിം ആക്കണ്ട. ഈ ഭാഗം മാത്രം ഒന്നിട്ടാൽ ബോറാവും. മുറിച്ചാം ഗൈസ്. ഇനി അടുത്ത ഭാഗം കൂടി. ഇനി ഗൈസ് നമ്മൾ ഫുള്ള് വെക്കണില്ല. കുറച്ച് വെളിച്ചം കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് മാറ്റിയാണ്. ഇവിടെ വെളിച്ചം കിട്ടാൻ വേണ്ടി ഇവിടെ കാണാൻ വെക്കാം. പിന്നെ ഇനി ബാക്കി ചില്ല് വെക്കാം ഗൈസ്. ഇന്ന് വെക്കാം. ഇപ്പോൾ ചില്ല് സാൻഡൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ തൽക്കാലത്തിന് ഇങ്ങനെ വെക്കാം ഗൈസ്. ഒരു മൂടലേക്കട്ടെ വെളിച്ചം കിട്ടാൻ വേണ്ടി. ചില്ല് ഇപ്പം ഉണ്ടാക്കില്ല. ഇനി ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിലിടാം. ഇനി നമുക്ക് ഈ ബെഡൊക്കെ ഒന്ന് കൊണ്ടുപോയി വെക്കാം. അപ്പോൾ വീഡിയോ ആയിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ, വുഡ് കൊടുക്കാം ഗൈസ്. വുഡ് അല്ല ഗൈസ്, ബെഡ്. ഇനി ഗൈസ് അവിടെ ചെസ്റ്റും കൂടി ചെസ്റ്റ് വെക്കണം. ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ വെക്കണം ഗൈസ്. നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് തരാം. അതിൽ നിന്ന് കൊടുന്നാൽ റെഡിയായി. കുഴപ്പമില്ല. യെസ്, അങ്ങോട്ട് പോകാം. ഇനി മറ്റേ ഭാഗം ഡേർട്ടുള്ള ഭാഗം നമ്മളിങ്ങനെ എന്താ അവിടെ വുഡാക്കും. അപ്പോൾ ഇത്ര നമുക്ക് ഉറങ്ങി വെച്ചാൽ. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്ബൊക്കെ ചെയ്യാം. നമുക്ക് ഉറക്കാം. പിന്നെ നമ്മൾ ഉറങ്ങാൻ പോകണം ഗൈസ്. നമുക്ക് ചെസ്റ്റ് ബുക്ക് വെക്കാം. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ.
എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. നമുക്ക് നാളെ കാണാം. ബൈ.